വെൽക്കം അഗൈൻ. എസ് ബി ഐയിലെ ചാപ്റ്റർ 6 റിസ്ക് റിസ്ക് മാനേജ്മെൻ്റ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ ഒരു പാഠം ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കത് ഒരു റിവിഷനും അല്ല, എന്നാൽ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്ലാസ് ആയിരിക്കത്തില്ല. നമുക്കിതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു പാഠത്തിൽ നമുക്ക് കുറേ ടേംസ് മനസ്സിലാക്കണം. ഈ ടേംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ആൻസർ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു റിസ്ക്. റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി. റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് മാത്തമാറ്റിക്കലി നമുക്ക് എത്ര രൂപ നഷ്ടം വരുന്നു, അങ്ങനെ ഒരു കാര്യം നമുക്ക് തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റും. അതാണ് റിസ്ക്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മൈറ്റ് ബി ചാൻസസ് ഓഫ് മോണിറ്ററി ഔട്ട്കം, മോണിറ്ററി ഔട്ട്ഫ്ലോ, അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടാവും, പക്ഷേ ഉറപ്പില്ല. അതായത് അതിനെ തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അൺസർട്ടനിറ്റി. അതായത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു ബിൽഡിംഗ് കത്തിപ്പോയി. അപ്പോൾ എത്ര രൂപയുടെ നഷ്ടം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല, തിട്ടപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് അൺസർട്ടനിറ്റി. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ടേംസുകൾ നിങ്ങൾക്ക് ഒരു ആൻസർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ആൻസർ എഴുതേണ്ടത്. നമ്മൾ എസ് പി എല്ലിൽ ഒരു ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റിസ്കിൻ്റെ ഒരു പാഠത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളൊരു ഡയറക്ടറാണ് ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാനേജ്മെൻറ്റിന് നിങ്ങൾ എങ്ങനെ ഒരു കത്ത് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് അതിനനുസരിച്ചായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു ആളോട് സംസാരിക്കുന്നത് പോലെ, ഒരു കോൺവെർസേഷൻ പോലെ ഒരു കാരണവശാലും നമ്മൾ എസ് പി എല്ലിൽ എഴുതാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ പഠിക്കുന്ന ടേംസുകൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് റിസ്കുകളാണ്. ഈ ഓരോ ടേംസും നമുക്ക് പല ആൻസറുകളിലും ഉപകാരപ്പെടും. നമ്മൾ വിചാരിക്കും ഇത് ജസ്റ്റ് വെറുതെ വായിച്ച് വെറുതെ വിട്ടാൽ മതിയെന്ന്. പക്ഷെ നമ്മുടെ ഇത് മനസ്സിലുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈമിൽ ഈ വേർഡ്സുകൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റൂ. ഓക്കെ. ടൈപ്സ് ഓഫ് റിസ്ക്. പ്യുവർ റിസ്ക് ഓർ ഡൗൺ സൈഡ് റിസ്ക്. അതായത് ലോസ് മാത്രമേ സംഭവിക്കൂ എന്ന് ഉറപ്പാണ്. ലോസ് മാത്രമേ ഉണ്ടാവൂ. അതായത് ഫാക്ടറി കത്തിപ്പോയി, അതാണ് പ്യുവർ റിസ്ക്. അപ്സൈഡ് റിസ്ക് എന്തുമായിരിക്കും? അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യമുണ്ടല്ലോ, അതിനെക്കാട്ടി നല്ലതുപോലെ നമ്മൾ പെർഫോം ചെയ്യും എന്നുള്ളൊരു രീതിയാണത്. അത് ശരിക്കും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അപ്സൈഡ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം, അതായത് നമ്മളൊരു 1000 കോടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ 2000 കോടി ഉണ്ടായി. അതായത് അത് നല്ലൊരു കാര്യമാണ്. അതാണ് ഈ അപ്സൈഡ് റിസ്ക് എന്ന് പറയുന്നത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസും ഉണ്ടാകാം, അല്ലെങ്കിൽ ഗെയിനും ഉണ്ടാകാം. അതായിരിക്കും സ്പെക്കുലേറ്റീവ് റിസ്ക്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ രണ്ട് മെയിൻ ടോപ്പിക്കുകളാണ് പഠിച്ചത്. അതായത് റിസ്ക്കും അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും, പിന്നെ ടൈപ്സ് ഓഫ് റിസ്ക്. ഓക്കെ. ആൻഡ് അടുത്ത ഒരു കാര്യം, കോൺഫോമൻസ് ആൻഡ് പെർഫോമൻസ്. ഈ ഒരു കേസ്, അതായത് ഇത് എന്താണെന്നുള്ളത് നമുക്ക് തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്ക്. റിസ്കുകളെ കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സ്ട്രാറ്റജിക് റിസ്ക്കും ഓപ്പറേഷണൽ റിസ്ക്കുമാണ്. സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കാര്യം വേണം. അതായത് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി അടച്ചു പൂട്ടാൻ വരെ സാധ്യതയുള്ള ഒരു റിസ്ക്കാണത്. ഓക്കെ. നമ്മുടെ കമ്പനി അടച്ചു പൂട്ടിപ്പോകും, അതായത് നമ്മുടെ ബിസിനസ്സേ നിന്ന് പോകും. അങ്ങനെ വരുന്ന റിസ്ക് ആയിരിക്കും സ്ട്രാറ്റജിക് റിസ്ക്. എന്നാൽ ഓപ്പറേഷണൽ റിസ്കോ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരിക്കും. അതായത് 1-2 ദിവസം നമുക്ക് ചിലപ്പോൾ ബിസിനസ് നടത്താൻ പറ്റാതായി പോവാം. അങ്ങനെ വരുന്നൊരു കേസാണ്. അവിടെ ഒരിക്കലും കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഉണ്ടാവില്ല. എന്നാൽ സ്ട്രാറ്റജിക് റിസ്കിൽ അത് ഉണ്ടാകും. ഓക്കെ. അതായത്
ജസ്റ്റ് നോക്കാം. അഫക്റ്റ് ഓവറോൾ മിഷൻ, അതായത് നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു റിസ്ക് ആണത്. ലോങ് ടേം നേച്ചർ ആയിരിക്കും. ഹാൻഡിൽഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുമ്പോൾ അത് തുടങ്ങി വെക്കുന്നത്, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കും ഫുൾ കൺട്രോൾ ഉള്ളത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോട്ട് അനാലിസിസും പെസ്റ്റ് അനാലിസിസും വഴിയാണ് കണ്ടുപിടിക്കുക വെക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേഷണൽ റിസ്ക്. ഡെയിലി ഓപ്പറേഷൻസ്, അതായത് ഇറ്റ് വിൽ അഫക്റ്റ് ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. അതായത് HR, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ പ്രോസസ്സുകൾ. ഇന്റേണൽ പ്രോസസ്സുകളൊക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇന്റേണൽ പ്രോസസ്സുകൾ തെറ്റിപ്പോയാൽ എന്ത് പറ്റും? നമുക്ക് ആ ബിസിനസ് അന്ന് അവിടെ നടത്താൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഫെയിലായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് ഫെയിലായി. ഓക്കെ. അപ്പോൾ ഈ ഓപ്പറേഷണൽ റിസ്കുകൾ മാനേജ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റുകൾ ഹെഡുകളായിരിക്കും. അതായത് ഈ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് BODകളായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ അത് മാനേജ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഇതിന് എന്തെങ്കിലും റിസ്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി മൊത്തത്തിൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല. പക്ഷെ മറ്റേടത്തോ കമ്പനി മൊത്തത്തിൽ അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് റിസ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വന്നേ പറ്റൂ. അപ്പോൾ നമ്മൾ ചോദ്യം ശ്രദ്ധിക്കണം. കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നാലാണ് സ്ട്രാറ്റജിക് റിസ്ക്. നമുക്ക് SPLൽ ചിലപ്പം നമ്മുടെ ഓരോരുത്തരുടെ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ പ്രോബബിലിറ്റി ഏത് ആൻസറിനാണെന്ന് നോക്കണം. ഇപ്പോൾ ഷട്ട് ഡൗണിൻ്റെ കേസൊക്കെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ സ്ട്രാറ്റജിക് റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ വേണം നമ്മൾ എഴുതാൻ. നമ്മൾ ഈ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞ് എഴുതിയാൽ അതിൽ ചിലപ്പോൾ ഒരു 10% മാർക്കൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ഗോ ഫോർ റിസ്ക് അപ്പറ്റൈറ്റ്. റിസ്ക് അപ്പറ്റൈറ്റും ഉണ്ട്, റിസ്ക് അവേർഷനും ഉണ്ട്. റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് ഒരു കമ്പനിക്ക്. ഒരു കമ്പനി ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അവർ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ റിസ്ക് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി വേണം. അല്ലാതെ നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് നമ്മുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ. ഇവിടെ റിസ്ക് അപ്പറ്റൈറ്റ് ആണ് പറയുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റിസ്ക് അപ്പറ്റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ലോ റിസ്ക് അപ്പറ്റൈറ്റ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഹൈ റിസ്ക് അപ്പറ്റൈറ്റ്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അവിടെ അവർക്ക് ലോ റിസ്ക് എടുക്കാനുള്ള താല്പര്യമുള്ളൂ. അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ട് ടൈം റിട്ടേൺ വേണം, ഭയങ്കര വലിയ റിട്ടേൺ ഒന്നും വേണ്ട. പക്ഷേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലോ പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് ഹൈ റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത്, അതായത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന, ഞാൻ ഈ പറയുന്ന ടേംസുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതെന്താണെന്ന് ഞാൻ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരാം. എങ്ങനെ എഴുതി വെക്കാമെന്ന്, എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണം, അതിൻ്റെ മിഡ് പോർഷനിൽ എന്തായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരു ഇമെയിൽ എഴുതുന്ന പോലെ എഴുതണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടാണോ, അതിനൊക്കെ ഓരോ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. പക്ഷേ സ്ട്രക്ചർ വെച്ച് എഴുതണമെങ്കിലും നമ്മൾ എന്ത് വേണം? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വേണം. അതായത് ഈ എന്ത് തരം റിസ്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലേ? ആ, പിന്നെ അതേപോലെ തന്നെ ഇവർ എന്ത് തരം ആൾക്കാരാണെന്നൊക്കെ അറിയണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അവിടാണ് നമ്മുടെ SPLൽ വിജയം ഇരിക്കുന്നത്. റിലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ SPLൽ പെട്ടെന്ന് പാസ്സാവാം. ഓക്കെ. ചിലർ പറയും ഇത് വെറുതെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണെന്ന്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ടേംസുകൾ നമ്മൾ ഇതുണ്ട്. റോട്ട് ലേണിംഗ് ഒരിക്കലും വേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം, മെമ്മറിയിൽ നിന്ന് ക്യാച്ച് ചെയ്ത് എടുക്കണം. അത് ചിലർക്കൊരു ടാസ്ക് ആയിരിക്കും, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യണം അത്. ഓക്കെ. നെക്സ്റ്റ്, റോൾ ഓഫ് ദി റിസ്ക് മാനേജർ. ഓരോ കമ്പനിയിലും റിസ്ക് മാനേജേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചായിരുന്നു, അതായത് ഗവേണൻസിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അവിടെ റിസ്ക് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൽ NEDയും EDയും ഉണ്ട്. അത് കൂടുതലും NED ആയിരിക്കും ചെയ്യുന്നത്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ?
അതായത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആനുവൽ റിപ്പോർട്ടിൽ കുറേ റിസ്കിൻ്റെ റിപ്പോർട്ടുകൾ എല്ലാം വെക്കുന്നു എന്നൊക്കെ നമ്മൾ ഗവർണൻസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ റിസ്ക് അതായത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരാണ് ഈ റിസ്ക് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ആ റിസ്ക് മാനേജേഴ്സ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവർ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യും? റിസ്ക് കമ്മിറ്റി. ഈ റിസ്ക് കമ്മിറ്റിയിലാണ് ED, NED തുടങ്ങിയ ആൾക്കാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരിയ്ക്കുന്നത്. അവർക്കാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എഴുതേണ്ടി വരും. അതായത് നിങ്ങളൊരു റിസ്ക് മാനേജർ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വേണം. അതായത് ഡിറ്റർമൈൻ പോളിസീസ്, കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോളാണ്. ഈ റിസ്കിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇന്റേണൽ കൺട്രോളിനെ പറ്റി നല്ല ഡീപ്പായിട്ട് എഴുതണം. ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ കൺട്രോൾ പ്രോസസ്സുകൾ, ഇന്റേണൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജീസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ. അതിലാണ് ഈ റിസ്കുകളെല്ലാം വരുന്നത്. ഓക്കെ. മനസ്സിലായല്ലോ? ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കത്തും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അടുത്തത് അപ്ഡേറ്റ് റിസ്ക് രജിസ്റ്റർ. റിസ്ക് രജിസ്റ്റർ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഒരു രജിസ്റ്റർ ബുക്കാണ്. അതിനകത്ത് ഒരാൾ സൈൻ ചെയ്യും. അതായത് റിസ്ക് ഓണർ എന്ന് പറഞ്ഞ ഒരാൾ സൈൻ ചെയ്യും. അതായത് വരുന്ന റിസ്കുകൾ എന്താണോ അത് എഴുതും. പിന്നെ അതിൻ്റെ മിറ്റിഗേഷൻ സ്റ്റെപ്പുകൾ എഴുതും. അല്ലേ? ഇതെല്ലാം നമ്മൾ മെയിൻ ക്ലാസ്സിൽ നോക്കിയതാ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എഴുതിയിട്ട് ഇതാണ് റിസ്ക് ഓണറിൻ്റെ ആയിരിക്കും അവസാനം ഒരു സൈനൊക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതാണ് റിസ്ക് രജിസ്റ്റർ. റിസ്ക് മാനേജറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് ഈ റിസ്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അടുത്തത് എൻഷുർ കംപ്ലൈൻസ് ആൻഡ് കൾച്ചർ എംബഡിങ്. കൾച്ചർ എംബഡിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് കൾച്ചർ നമ്മുടെ മിഷൻ, നമ്മുടെ ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ടല്ലോ, അതിൽ എംബഡ് ചെയ്യണം. എംബഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യോജിപ്പിച്ച് വെക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയാണ്. എംബഡഡ് സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടില്ലേ? എംബഡഡ് സിസ്റ്റം നമ്മുടെ വണ്ടിയിലെ സ്റ്റീരിയോ പാട്ടൊക്കെ ഇല്ലേ, അത് എംബഡഡ് സിസ്റ്റമാണ്. അതൊരു എഞ്ചിനീയറിംഗ് ആണത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എംബഡഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വർക്ക് കൾച്ചറിനകത്ത് ഈ റിസ്ക്കും കൂടെ എംബഡ് ചെയ്ത് വെക്കണം. ഓക്കെ. അടുത്തത് എംബഡിങ് റിസ്ക് ഇൻ കൾച്ചർ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ റിസ്ക് കൾച്ചർ എംബഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ കേസുകൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് കേട്ടോ. അതായത് എന്താണ്, നമുക്ക് അവിടെ കൺട്രോൾ എൻവയോൺമെൻറ്റിൻ്റെ കാര്യവും ടോപ്പ് ഡൗൺ, അങ്ങനെ കുറച്ച് കേസുകൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇത് റിവിഷനും അല്ല, നെയ്തർ റിവിഷൻ ഓർ ഫുൾ ഫ്ലെഡ്ജ് ക്ലാസ്. ഞാനത് ആദ്യമേ പറഞ്ഞു. അതായത് ക്ലാസ്സിൽ നമുക്ക് ആൾക്കാർക്ക് കിട്ടാതെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ക്ലാസ്സിൽ പറയുന്നതൊന്നും ഒറ്റയടിക്ക് കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണത്. ആൻഡ് എംബഡഡ് റിസ്ക് ഇൻ കൾച്ചർ. റിസ്ക് എങ്ങനെ നമ്മുടെ കൾച്ചറിൽ എംബഡ് ചെയ്ത് വെക്കാം. അതായത് റിസ്ക് ഫോക്കസ്ഡ് എൻവയോൺമെന്റ് ഉണ്ടാക്കണം. പിന്നെ റിസ്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു മറ്റേ ഡയറക്ടേഴ്സ് ആണ്. പിന്നെ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് ട്രെയിനിങ്, റിസ്ക് ഓഡിറ്റ് ആൻഡ് ഇന്റഗ്രേഷൻ ഇൻറ്റു ജോബ് റോൾസ്. അതായത് ഒരു കൾച്ചർ നമ്മൾ റിസ്ക് നമ്മുടെ കൾച്ചറിലോട്ട് വരണമെങ്കിൽ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത്, ഒരാൾക്ക് ജോലി കൊടുത്തു, അപ്പോൾ അയാളുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഡ്യൂട്ടീസിനകത്ത് നമ്മൾ റിസ്കിൻ്റെ കാര്യങ്ങളും കൂടെ എഴുതി വെക്കും. അപ്പോൾ എന്ത് പറ്റും? അയാളുടെ ഉത്തരവാദിത്വമായി മാറും. അതായത് റിസ്ക് അബൈഡ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്വമായി മാറും. അത് ചെയ്യുന്നത് HR മാനേജേഴ്സ് ആയിരിക്കും ഇത് കൊണ്ടുവരുന്നത്. പിന്നെ റിസ്ക് എങ്ങനെയാണ് നമ്മൾ അതായത് ഒരു എംപ്ലോയി ചെയ്യേണ്ടതെന്ന് ആരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഈ റിസ്ക് മാനേജർ ആയിരിക്കും. ആ റിസ്ക് മാനേജർ പറയുന്നത് കേട്ടിട്ടാണ് HR മാനേജർ നമുക്ക് ഈ ജോബിനകത്ത് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അല്ലേ? പിന്നെ നിലവിലുള്ള എംപ്ലോയീസിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം, പുതിയ ജോയിനീസിന് നമുക്ക് ഇൻഡക്ഷൻ കൊടുക്കാം. ഇൻഡക്ഷനും ട്രെയിനിങ്ങും രണ്ടും രണ്ടാണ്, അത് നോക്കി വെക്കണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസ്ക് നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചറിൽ വരുന്നതെന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ്, ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. 4 കാര്യങ്ങൾ. ഒന്നുമില്ല, ജസ്റ്റ് എളുപ്പമാണ്. ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കുകയോ വേണ്ട. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് എന്താണെന്ന് വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ മനസ്സിൽ അത് റിലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. അതിന്
കുറച്ച് ടൂളുകളുണ്ട്: SWOT അനാലിസിസ്, പെസ്റ്റൽ അനാലിസിസ്, ക്വസ്റ്റ്യനേഴ്സ്, ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്തുവാ, നമ്മുടെ ഏറ്റവും കൂടുതൽ റിസ്ക് വരാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. അതായത് പൊട്ടൻഷ്യൽ റിസ്ക് വരാനുള്ള സാധ്യതകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസും അതിൻ്റെ ഇമ്പാക്റ്റും. ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്, അല്ലേ? പിന്നെ റിസ്ക് പ്ലാനിങ്. റിസ്ക് പ്ലാനിങ്ങിൽ മറ്റേ ടാര കോൺസെപ്റ്റ് ടാര കോൺസെപ്റ്റ് പഠിച്ചിരുന്നല്ലോ. അതായത് അവോയ്ഡൻസും പിന്നെ ആ, what- അങ്ങനെ ഒരു 4 കാര്യങ്ങളുണ്ടായിരുന്നല്ലോ: റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, പിന്നെ ആ, നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് റിസ്ക് മോണിറ്ററിങ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ റിസ്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ റിലേറ്റഡ് ചെയ്തതാണെങ്കിൽ ഈ 4 കാര്യങ്ങളും അതേപോലെ വരണം. ചിലപ്പോൾ ഒരു മാനേജറുടെ കേസായിരിക്കും വരുന്നത്, അപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എഴുതി വെക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഒരു കമ്പനിയുടെ കാര്യങ്ങളെ പറ്റി എഴുതാൻ. അപ്പം റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എഴുതാൻ പറയുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കമ്പനിയിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് ആദ്യമേ എഴുതും. എന്നിട്ട് ആ റിസ്ക് കൊണ്ട് ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എഴുതും, അല്ലേ? പിന്നെ ആ മാനേജറിൻ്റെ പൊട്ടൻഷ്യലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്തി വയ്ക്കാം. ഏറ്റവും അവസാനം നമുക്ക് സജസ്റ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാകാം എന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് സബ് ഹെഡിങ് 1.1, 1.2 അങ്ങനെ അങ്ങനെ എഴുതി വെക്കണം. പക്ഷെ ഒരിക്കലും ബുള്ളറ്റ് പോയിന്റിലല്ല വേണ്ടത്, പാരഗ്രാഫ് വൈസ് വേണം നമ്മളിത് ആൻസർ ചെയ്യാനുള്ളത്. കത്തിയായിട്ട് എഴുതി വെക്കുകയല്ല. നമുക്ക് കത്തി എഴുതി വെക്കുന്നത് എങ്ങനെയാ? നമുക്ക് ഈ പറയുന്ന ടേംസ് ഒന്നും മനസ്സിലില്ലെങ്കിൽ നമ്മൾ കത്തി മാത്രമായിരിക്കും എഴുതുന്നത്. പക്ഷെ നമുക്ക് ഈ ടേംസ് ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് കത്തി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ടേംസ് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറേ കൂടെ കത്തിയൊക്കെ എഴുതി വെക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഈ ടേംസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ റിസ്ക് അനാലിസിസ് ടെക്നിക്സ്. റിസ്ക് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്: സിനാരിയോ, സെൻസിറ്റിവിറ്റി, ഡിസിഷൻ ട്രീ. സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളിപ്പം ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കുന്നത്. കണ്ട ഇവിടെ വിംബിൾഡൺ പാൻഡമിക് ഇൻഷുറൻസ്, അതായത് ഈ കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വിംബിൾഡൺ എന്ത് ചെയ്തു, ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചു. അത് പാൻഡമിക് വന്നു കഴിഞ്ഞാൽ അവർക്ക് റവന്യൂ നഷ്ടം വരും, അപ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് എടുത്ത് വെച്ചു. അതായത് സിനാരിയോ അവർ മുൻകൂട്ടി കണ്ടു കൊറോണയൊക്കെ വരുമെന്ന്. അങ്ങനെ വെച്ചതുകൊണ്ട് അവർക്ക് നഷ്ടം വന്നില്ല, ആ കാര്യത്തിൽ ഇൻഷുറൻസ് തുക കിട്ടി. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത വേരിയബിളിന് എന്ത് മാറ്റം വരുന്നു, അതായത് സെയിൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ എങ്ങനെ ബാധിക്കും, അതൊക്കെയാണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസ്. അടുത്തത് ഡിസിഷൻ ട്രീ. അത് നിങ്ങൾ ഒരു മരം പോലെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഓരോ സ്ഥലം, ഇപ്പം ഒരു മരം ഉണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഒരു മരമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗത്ത് വരുമ്പോഴും അവിടെ കുറേ പ്രശ്നങ്ങൾ നടക്കും, അല്ലേ? അവിടെ ആദ്യത്തെ ബ്രാഞ്ചിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, റിസ്ക് ഉണ്ട്, എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ട്. അതേപോലെ അടുത്തതിലോട്ട് പോകുന്നു, മണ്ടയിലോട്ട് കയറുമ്പോൾ അവിടെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസിഷൻ ട്രീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സാമിന് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയൊന്നും എഴുതരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ റീസൺ തന്നെ എഴുതണം. ഓക്കെ. യാ. ടാര ഫ്രെയിംവർക്ക്: ട്രാൻസ്ഫർ, അവോയ്ഡ്, റെഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് റിസ്ക്. There's a problem with my system. Okay. ഇതൊരു റിസ്ക് റെസ്പോൺസ് ആണ്, അതായത് ഒരു റിസ്ക് മാനേജ്മെന്റോ റിസ്ക് പ്ലാനിങ് എന്നൊക്കെ പറയാം. അതാണ് ഈ ടാര ഫ്രെയിംവർക്ക്. രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി: ലോ പ്രോബബിലിറ്റി, ഹൈ ഇമ്പാക്റ്റ്. ഹൈ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. ഇപ്പം തീ പിടിക്കാൻ ഒരു സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്താണ്, ലോ പ്രോബബിലിറ്റിയാ. എന്നും കയറി തീ പിടിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ തീ പിടിച്ചു കഴിഞ്ഞാലോ ഫുള്ള് കത്തിപ്പോവും, ഹൈ ഇമ്പാക്റ്റ് ആണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു ഇൻഷുറൻസ് അങ്ങ് എടുത്താൽ മതി, സാധനം രക്ഷപ്പെട്ടു, പിന്നെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലേ? ഇവിടെ നമുക്കത് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അവോയ്ഡ് ഹൈ പ്രോബബിലിറ്റിയും ഹൈ ഇമ്പാക്റ്റും ആണ്. നമ്മൾ ഒരു കാരണവശാലും എടുത്ത് എഴുതി വെക്കരുത്. അല്ല, സോറി, ഒരു കാരണവശാലും നമ്മൾ അത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യരുത്. അതായത് എ- മി- എന്തായാലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇമ്പാക്റ്റും കൂടുതലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ ആണെന്നൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ പോട്ടെ, യുദ്ധം നടക്കുന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കൺട്രിയിൽ പോയി, ഇസ്രായേലിൽ യുദ്ധം നടക്കുന്ന ആ കൺട്രിയിൽ പോയി ഒരു ബിസിനസ് ചെയ്യാമെന്ന് വെക്കുക. പക്ഷേ എന്താണ്, കമ്പനി പൊട്ടിത്തെറിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. അല്ലേ? പൈസയാണെങ്കിലോ പൈസ മൊത്തവും പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിൽ പോയി ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവോയ്ഡ് അങ്ങ് ചെയ്യുക. ഓക്കെ. അടുത്തത് റെഡ്യൂസ്. പ്രോബബിലിറ്റി കൂടുതലാണ്, ഇമ്പാക്റ്റ് ലോ ആണ്. അത് ഇന്റേണൽ കൺട്രോൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാക്കി എടുക്കാൻ പറ്റും. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടെ ഒരു ക്യാമറ വെച്ചാൽ മതി, മോഷണം ഒന്നും നടക്കത്തില്ല. അല്ലേ? അടുത്തത് അക്സെപ്റ്റ്. ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, അതായത് പക്ഷേ വല്ലപ്പോഴും സംഭവിക്കത്തുള്ളൂ. എന്നാലോ ഇമ്പാക്റ്റും ചെറുതായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ പുറമേ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചോ. അതായത് മാനുവൽ വർക്ക് ഒരുപാട് വേണം. പക്ഷേ അവിടെ ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യതയുണ്ട്. പക്ഷെ മഴ പെയ്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്താ? ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇപ്പം പനി എങ്ങാനും പിടിച്ചാലേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായി? അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനു വേണ്ടി അവിടെ പുതിയ ഷെൽട്ടറോ മേൽക്കൂരയോ ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. അല്ലേ? ഒരു കോറിയൊക്കെയാണ് സങ്കല്പിച്ചാൽ മതി. ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് നമ്മുടെ റിസ്ക് ഷുഡ് ബി സ്പ്രെഡ് ഓവർ വേരിയസ് ബിസിനസ്സസ്. അതായത് നമുക്ക് ഒറ്റ കാര്യത്തിൽ മാത്രം നിൽക്കാതെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മാത്രം വാങ്ങിക്കാതെ പല കമ്പനിയുടെ വാങ്ങിക്കുക. അപ്പം അതേപോലെ തന്നെ ആണ് ഇത്. അതായത് നമ്മൾ ഒരു ബിസിനസ്സിൽ കൊണ്ട് ചെയ്യാതെ പലയിടത്തോട്ട് പോവുക. പിന്നെ പല രാജ്യങ്ങളിൽ വേണമെങ്കിൽ പോയി ചെയ്യാം. അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. ദെൻ യാ റിസ്ക് രജിസ്റ്റർ. റിസ്ക് രജിസ്റ്ററിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് എന്ത് തരം റിസ്ക് ആണ്, അവിടെ ഒരു റിസ്ക് ഓണർ ഉണ്ടാവും. അവർ കൺട്രോൾ ചെയ്യുന്ന റിസ്ക് മാനേജറാണ്. എന്തിനാണ് മാനേജ് ചെയ്യുന്നത്? ഇത് നമ്മൾക്ക് ഡയറക്ടേഴ്സിന് കൊടുക്കാൻ, റിസ്ക് കമ്മിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഈ റിസ്ക് രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു എന്താണ്, ഒരു എംബഡഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അല്ലെങ്കിൽ യാ എംബഡഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അതായത് നമ്മുടെ കൾച്ചറിലോട്ട് എംബഡ് ചെയ്ത് വെക്കണം റിസ്ക്. അതിനൊക്കെ സഹായിക്കുന്ന സാധനമാണ് റിസ്ക് രജിസ്റ്റർ. അടുത്തത് റിസ്ക് റിപ്പോർട്ട്. ഒന്നുമില്ല, റിസ്ക് മാനേജർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിസ്ക് സബ്മിറ്റ് ചെയ്യുന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ. അടുത്തത് ERM. ERM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം വർക്കാണ്. ഈ നമ്മളിപ്പം മറ്റ് ഇതിലൊക്കെ പഠിക്കുന്ന പോലെ മറ്റ് പ്രൊഫഷണൽ കോഴ്സിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് ഇതിൻ്റെ ഹെഡിങ് ഇതെല്ലാം എഴുതണം. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണെന്ന് വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. അതിൻ്റെ മോണിറ്ററിങ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് റിസ്ക് കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻഫോം ചെയ്യുന്നു. കൺട്രോൾ ആക്ടിവിറ്റീസ്, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ വേണം. റിസ്ക് റെസ്പോൺസ്, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എടുക്കണം. അതാണ് റിസ്ക് റെസ്പോൺസ്. പിന്നെ റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. ആഹ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. പിന്നെ ഈ കൺട്രോൾ എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഈ കൺട്രോൾ എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹ് അത് കൾച്ചറിലോട്ട് വരുന്നൊരു സാധനമാണ്. ഈ കൺട്രോൾ എൻവയോൺമെൻറ്റ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് നമ്മുടെ ഈ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്യും? ഓരോ പോളിസികളെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ കമ്പനിയിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? കമ്പനിയിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അത് എന്താണ്? നമ്മുടെ കൾച്ചർ വർദ്ധിക്കും. അതായത് നമ്മുടെ കൾച്ചറിലോട്ട് റിസ്ക് എംബഡ് ചെയ്യാൻ സഹായിക്കും. അതായത് ഓരോ എംപ്ലോയിക്കും മാനേജ്മെൻറ്റ് പോയി പറഞ്ഞു കൊടുക്കും. ഓരോർക്കും പറഞ്ഞു കൊടുക്കുന്നതല്ല, നമ്മുടെ വെബ്സൈറ്റിൽ എടുത്തിടും ഈ സാധനങ്ങൾ. അതെല്ലാം ഈ കൺട്രോൾ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത്
റിസ്ക് കൾച്ചർ, ഹൗ റിസ്ക് കൾച്ചറിൽ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ കൊണ്ടുവരുന്നു? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കൺട്രോൾ എൻവയോൺമെൻറ്റ്, ഇറ്റ് ഷുഡ് ബി അലൈൻഡ് വിത്ത് അവർ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സസ്. ഇത് കൺട്രോൾ എൻവയോൺമെൻറ്റ്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ പറഞ്ഞാൽ മതി. ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ. ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, റിസ്ക് കൾച്ചർ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ എഴുതി വെച്ചോണം ഈ കാര്യങ്ങൾ, എന്നിട്ട് ഇതിൽ താഴെ നമ്മൾ കാര്യങ്ങളെല്ലാം എഴുതും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് രജിസ്റ്റർ ആണ്. റിസ്ക് റിസ്ക് രജിസ്റ്റർ, ഞാൻ ജസ്റ്റ് വെറുതെ എഴുതുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് നാലാമത് എച്ച് ആർ എം. ഓക്കെ, എച്ച് ആർ എം. നമ്മൾ അന്ന് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതായത് ഒരു കമ്പനിക്ക് അവരുടെ കമ്പനിയിൽ മൊത്തത്തിൽ ഈ റിസ്ക് കൾച്ചർ കൊണ്ടുവരണം. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻസർ എഴുതുന്നതാണത് എച്ച് ആർ എമ്മിൻ്റെ വാല്യൂസ്. അതായത് എംപ്ലോയീസിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ജോബിനകത്ത് ഇതൊക്കെ എഴുതി വെക്കുക, അതിനെ മാനേജ് ചെയ്യുക. പിന്നെ റിസ്ക് രജിസ്റ്റർ, ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എഴുതി വെക്കും ഈ റിസ്കുകളൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന്. അപ്പോൾ എംപ്ലോയീസിന് എന്ത് പറ്റും, അവർക്ക് മനസ്സിലാവും അതായത് ഇങ്ങനെയൊക്കെ റിസ്കുകളുണ്ട്, അപ്പോൾ ഈ റിസ്കുകളെല്ലാം നോക്കി വേണം ജോലി ചെയ്യാനെന്ന്. ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, എംപ്ലോയീസുമായിട്ട് സംസാരിച്ചിട്ട് വേണം കുറേ പോളിസികൾ ഉണ്ടാക്കാൻ. അവർ റിസ്ക് കമ്മിറ്റികൾ ഉണ്ടാക്കണം. അങ്ങനെ വരുന്ന കേസുകൾ വരുമ്പം എല്ലാവർക്കും റിസ്കിനെ പറ്റി കൂടുതൽ അറിയും. പിന്നെ കൺട്രോൾ, അതായത് ഈ ഉണ്ടാക്കിയ പോളിസികളൊക്കെ ഉണ്ടല്ലോ, ഈ ഉണ്ടാക്കിയ പോളിസികളെല്ലാം ആൾക്കാർക്ക് സീനിയർ മാനേജ്മെൻറ്റ് അവരെ അറിയിക്കും, അതായത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിസ്ക് കൾച്ചർ വളർത്തണമെങ്കിൽ എംപ്ലോയീസിന് ഇവിടെ റിസ്ക് കൾച്ചർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഈ നാല് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടത്. നമ്മൾ ഇപ്പോൾ പല ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നാല് കേസുകൾ: കൺട്രോൾ, ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, റിസ്ക് രജിസ്റ്റർ, എച്ച് ആർ എം. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം എഴുതി വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ ടാര ഫ്രെയിംവർക്കിൽ എന്തൊക്കെ വരാം? ഈ ടാര ഫ്രെയിംവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം നമുക്ക് ഒരു കേസ് ആയിരിക്കും തരുന്നത്, അത് അനലൈസ് ചെയ്ത് ഞാൻ പഠിക്കണം. അതായത് ചില കേസുകളിൽ അവർ നമ്മളോട് പറഞ്ഞു തരത്തില്ല ഇതിന് ലോ പ്രോബിലിറ്റി ആണ്, ഹൈ ഇമ്പാക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു തരത്തില്ല. നമ്മൾ അതുവഴി അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ എഴുതി വെക്കും, ആ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നല്ലത്, കാരണം അതിന് പ്രോബിലിറ്റി കുറവാണെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്ത് വിടാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതായിരിക്കും ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ. പിന്നെ ഇതൊന്നും എന്താണ് എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ നേരത്തെ താഴെ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമെന്നില്ല, കൺട്രോളിൻ്റെ കാര്യമാണ് ഇത്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന അനുയോജ്യമായിട്ടുള്ള എങ്ങനെ വേണേലും എഴുതി വയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് റിലേറ്റഡ് ആയിരിക്കണം. അതായത് റിസ്ക് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് എഴുതി വെക്കണം, റിസ്ക് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം എഴുതാവും. അവിടെ പോയി ടാര ഫ്രെയിംവർക്കൊക്കെ ഒക്കെ എഴുതിയാൽ മാർക്ക് കിട്ടും? ഒരിക്കലും ഇല്ല, അത് തെറ്റിപ്പോവും. ഓക്കെ. അപ്പം 18 മാർക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുതി പിടിപ്പിക്കണം. എഴുതി പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു, സ്ട്രക്ചറായിട്ട് എഴുതണം. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ആൻസർ ആണെന്ന് വിചാരിച്ചു, ആ ഇത് തന്നെ പെർഫെക്റ്റ് സാധനം. ഇതിപ്പം ഒരു പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഇത് 1.1 അല്ലേ, ഇതിനെ നമുക്ക് 1.2 എന്ന് എഴുതാം. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ 1.2.3 ഇങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷേ ഇതേപോലെ ബുള്ളറ്റ് പോയിന്റ് ഒന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് പോയിന്റ് എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ കത്തി എഴുതിയാലും വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം, ക്വസ്റ്റ്യനുമായിട്ട് എപ്പോഴും സാമ്യം ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ സീ ടുമോറോ വിത്ത് another session. Okay, thank you.